നിങ്ങൾ ചാറ്റ് കാണും. ദേ കിച്ചൂസാൻ ഫുള്ള് കാണാവോ ചാറ്റ്? ഇതാണ് എന്റെ ചാറ്റ് കാണിച്ചുകൊണ്ടാണ് ഞാനിത് പുറത്ത് വിട്ടത് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും വിടത്തില്ലായിരുന്നു മോനെ. വേണ്ടേ കിച്ചു ഞാൻ തമ്മിലുള്ള ചാറ്റാണ്, സബ്സ്ക്രിപ്ഷന്റെ കാര്യമാണ്. അപ്പൊ എന്റെ കുഞ്ഞു മോനെ കിച്ചു, നീ സമ്മതിച്ചുകൊണ്ടാണ് അമ്മ ഇത് ചെയ്തത്. പിന്നെ മോൻ ഗുഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മോൻ അന്ന് എന്നോട് പറയാനേ അമ്മേ അത് വേണ്ട കേട്ടോ എന്ന് പറയാൻ അമ്മ ഇത് ചെയ്യത്തില്ലായിരുന്നു മോനെ. മോൻ ഗുഡ് നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്തത്. തുടങ്ങി അന്നാണെന്ന് നിങ്ങൾ ഓർത്തോണം. എന്റെ തുടങ്ങി അന്ന് 500 സബ് കഴിഞ്ഞുകൊണ്ട്. അപ്പൊ കിച്ചു എന്താ എന്നോട് പറഞ്ഞ മറുപടി, നിങ്ങൾ മേലെ ഇത് ചെയ്യരുതെന്നല്ല പറഞ്ഞത്, നിങ്ങൾ ഇനി ഇത് ഒരിക്കലും ചെയ്യരുതെന്ന് കിച്ചു അന്ന് എന്നോട് പറയുമായിരുന്നെങ്കിൽ മോനെ കിച്ചു അമ്മ സബ്സ്ക്രിപ്ഷൻ തുടങ്ങത്തില്ല. പക്ഷെ മോൻ എന്നാ പറഞ്ഞെന്നറിയോ, ഗുഡ് എന്ന്. അതിനുശേഷം ഞാൻ പറഞ്ഞ 600 കഴിഞ്ഞു, 150 രൂപയാണ്. അപ്പൊ കിച്ചു പറയാ 150. നിങ്ങൾ കണ്ടോ, എന്നെ വെറുതെ വിട് കിച്ചു എന്നെ വെറുതെ വിട്. പിന്നെ നമുക്ക് രണ്ടുപേർക്കും അറിയേണ്ട പല കാര്യങ്ങളും അല്ലെ കിച്ചു, ഫ്യൂച്ചർ വരെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. സോ അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കിച്ചു. എന്റെ കുഞ്ഞ് നിന്നെ ചേട്ടനായിട്ട് കണ്ടുപോയി, ഇനി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കിച്ചു. ഞാൻ ക്യാൻസർ വന്നിനി ഞാൻ മരിച്ചാൽ പോലും എനിക്ക് നീ ഒന്നും ചെയ്യണ്ട. എന്റെ ഋതപ്പൻ, എന്റെ കുഞ്ഞ്, ഞാൻ പ്രസവിച്ച എന്റെ ഒരേ ഒരു കുഞ്ഞ്, നിന്നെ ഞാൻ ആ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിച്ചു. നിന്നെ ഞാൻ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ നിനക്ക് എന്റെ സബ്സ്ക്രിപ്ഷൻ കിട്ടിയ പൈസ വരെ ഞാൻ നിനക്ക് തന്നു. ഒരുപാട് പൈസ വരെ ഞാൻ ഉറക്കമളിച്ച്, ഞാൻ ആൽബങ്ങൾ ചെയ്തത്, ഞാൻ ഉറക്കമളിച്ച് ഗൾഫിൽ പോയി പ്രൊമോഷൻ ചെയ്തത് എല്ലാം ഞാൻ നിനക്ക് അതിന് ഒരു ഓഹരി ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. നീ അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ആ ചാറ്റുകളെല്ലാം എന്റെ ഉണ്ട്. പക്ഷെ ഞാൻ അത് കാണിക്കത്തില്ല കിച്ചു. നീ അല്ല ഞാൻ, നിന്റെ അമ്മ സ്വന്തം പെറ്റതള്ള നിന്നെ ഇട്ടിട്ട് പോയതൊട്ട് 1.5 വയസ്സുള്ള കഥകൾ വരെ എന്നോട് നീ പറഞ്ഞു. കൊല്ലത്തെ വീട്ടിൽ വെച്ച് നീ അനുഭവിച്ച, ചെറുപ്പത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ വരെ നീ എന്നോട് പറഞ്ഞു. ഇതൊക്കെ നിങ്ങൾ പറയുന്ന എടുത്തു വളർത്തിയ മോൻ കണ്ട സാധനങ്ങളാണ്, മനസ്സിലായത്? അപ്പോൾ ഞാനിത് കണ്ടിട്ട് മെസ്സേജ് ഇട്ടു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഋതപ്പന്റെ അവസ്ഥ എന്തായിരിക്കും? ഋതപ്പന്റെ കൂടെ പഠിക്കുന്നവരാണെങ്കിൽ, ഇപ്പം മിക്ക പിള്ളേരാണെങ്കിൽ പോലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പം അതുവരെ കാണുന്നതായിരിക്കും. അപ്പം അവരെങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് തന്ന റിപ്ലൈ, ഞാൻ ചെയ്തതിൽ എനിക്ക് മോശമായിട്ടൊന്നും തോന്നില്ല. എനിക്ക് അതിന് 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. ഞാനൊന്നും തിരിച്ച് റിപ്ലൈ എടുക്കാൻ പോയില്ല. ഞാൻ അവിടെ ക്ലോസ് ചെയ്തു വെച്ചാൽ മനസ്സിലായി. അപ്പം ബ്രോ പറഞ്ഞ പോലെ എനിക്ക് അമ്മയുടെ വില എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷേ സ്നേഹത്തിന്റെ വില എനിക്കറിയാം. ഇത് പറയണം തോന്നി, വീഡിയോ കണ്ടപ്പോൾ എനിക്കതും തോന്നിയേട്ടാ. പിന്നെ ഞാൻ കോട്ടയത്ത് പോയി, ഞാൻ ഋതപ്പനെ കണ്ടു. ഋതപ്പനെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഹാപ്പി ആക്കി ഞാൻ തിരിച്ചു വന്നു. അമ്മേനെ കാണാൻ പറ്റിയില്ല, അമ്മേനെ കാണാൻ പറ്റില്ല, ആശുപത്രി എന്നുള്ള രീതി പറഞ്ഞു. ആശുപത്രി പോയാലും കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്തായാലും അമ്മയുടെ ഇത് അസുഖം എന്തായാലും മാറട്ടെ, പ്രാർത്ഥിക്കാം. അതേ എന്നെ കൊണ്ട് പറ്റത്തുള്ളൂ, നിങ്ങളെ കൊണ്ട് പറ്റത്തുള്ളൂ, ഞാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും മാറട്ടെ. കൂട്ടുകാരെ, കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ചില കാഴ്ചകളുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ അത് നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു അസ്വസ്ഥത തരുന്ന ഒന്ന് തന്നെയാണ്. രേണുസുതിയും അവരുടെ മകനായിട്ടുള്ള കിച്ചുവും തമ്മിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് ശരിക്കും നമുക്കറിയാം എന്താണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ നടക്കുന്നത്. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഈ ഒരു രേണുസുതി ഇപ്പോൾ കടുത്ത അസുഖം ബാധിച്ച് ഹോസ്പിറ്റലിലാണ്. അപ്പം ആ ഒരു സാഹചര്യത്തിലെ അവരോട് നമുക്ക് പൂർണ്ണമായിട്ട് ഒരു സഹതാപം ഉണ്ട്. അവരെത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച് വരട്ടെ എന്ന് നമ്മൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നവരാണ്. അതിലൊന്നും യാതൊരു തർക്കവുമില്ല. പക്ഷെ ഈ ഒരു അസുഖത്തിന്റെ മറവില് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചില സൈബർ ആക്രമണങ്ങളും അതുപോലെ അതിന്റെ പിന്നിലെ ചില കൈപ്പേറിയ സത്യാവസ്ഥകളും ഒക്കെ കാണുമ്പോഴും ശരിക്കും നമ്മൾ ചിലതൊക്കെ സംസാരിക്കേണ്ടി വരും. ഒരു നാണയത്തിന്റെ ഒരു വശം മാത്രം കണ്ട് നമ്മൾ ആ ഒരു 21 വയസ്സുകാരൻ പയ്യനെ അങ്ങനെ ക്രൂശിക്കുകയാണ് ചെയ്യുന്നത്. സംഭവങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് രേണുസുതി പങ്കുവച്ച ഒരു വീഡിയോയിൽ നിന്നാണ്. താൻ 11 വയസ്സ് വരെ നോക്കി വളർത്തിയ മകൻ കിച്ചു തന്നെ കാണാൻ വന്നില്ല, ഹോസ്പിറ്റലിൽ വന്നിട്ടില്ല എന്ന് അവർ വളരെ സങ്കടത്തോടെ തന്നെ അതിൽ പറയുന്നുണ്ട്. ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാണെന്ന് അറിയത്തില്ല. ഞാനൊരു 11 വയസ്സ് വരെ നോക്കിയ ഒരു കുട്ടിയുണ്ട്, അവൻ ഇതുവരെ തിരിഞ്ഞു കയറിയിട്ടില്ല. എന്റെ ഈ ചാനലിൽ കൂടെ ഞാനിത് പറഞ്ഞാൽ ഇത് വലിയ വിവാദമാകുമെന്ന് എനിക്കറിയാം. പക്ഷെ വിവാദമാക്കാൻ പറഞ്ഞല്ല, അവനോട് എനിക്ക് കുഴപ്പമില്ല, ക്ഷമിക്കുക, ആരും അത് വിവാദമാക്കരുത്. എനിക്ക് എന്റെ ഋതപ്പൻ എന്നെ അന്വേഷിക്കുന്നുണ്ട്. എനിക്ക് ഈ ചാനലിൽ കൂടെ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിച്ചില്ല. ഒരുപാട് പേര് എന്നോട് ചോദിച്ചു വന്നോ എന്ന് കിച്ചു. ഇല്ല, വന്നിട്ടില്ല, എന്തോ ഫേക്ക് ന്യൂസ് ആയിരുന്നു. എന്തുവാകട്ടെ, കിടക്കുമ്പോഴത്തേനൊന്ന് വന്ന് കാണാൻ ആർക്കാണേലും എത്രയോ പേര് എന്നെ സ്നേഹിക്കുന്നു, എത്രയോ പേര് എവിടെ നിന്നൊക്കെ വന്ന്. പിന്നെ എനിക്ക് ഈ ഇൻഫെക്ഷൻ പറ്റാത്തതുകൊണ്ട് മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് എന്റെ റൂമിൽ വാതിക്കെ നിൽക്കുന്നത്. സ്വാഭാവികമായിട്ട് മലയാളി പ്രേക്ഷകർ പെട്ടെന്ന് ഒരു സെന്റിമെന്റ്സ് തോന്നും. അസുഖമായിട്ട് കിടക്കുന്ന വളർത്തമ്മയെ കാണാൻ വരാത്ത മകൻ ക്രൂരനാണ് എന്നൊക്കെ കരുതിയ ആളുകൾ കിച്ചുവിന്റെ പ്രൊഫൈലിലും അതുപോലെ ചാനലിലൊക്കെ കയറി വലിയ രീതിയിൽ സൈബർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. സത്യത്തിൽ തന്റെ അസുഖം തരുന്ന ആ ഒരു സഹതാപം മുൻനിർത്തി രേണുസുതി വളരെ നൈസായിട്ട് കിച്ചുവിനെ നാട്ടുകാർക്ക് ഇട്ടുകൊടുക്കുകയാണ് അവിടെ ചെയ്തത്. പക്ഷെ ഒരു മകൻ എന്തുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ വരാത്തതെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്കും അവന്റെ ഭാഗത്തെ എന്തെങ്കിലും ന്യായമുണ്ടോ, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് നമ്മൾ ഒരിക്കലും അന്വേഷിച്ചിട്ട് പോലും ഇല്ല. സൈബർ ആക്രമണം അത്രയധികം സഹിക്കാൻ വയ്യാതെയപ്പോഴാണ് കിച്ചു ഒരു വീഡിയോ ആയിട്ട് മറുപടി ആയിട്ട് രംഗത്ത് വന്നത്. എനിക്കെതിരെ ഒരു വീഡിയോ എന്തായാലും പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ളവരുടെ അങ്ങനെ വിഷമമുള്ള കാര്യമാണ്, നമ്മളെ സങ്കടപ്പുണ്ട്, വിഷമമുണ്ട്. അപ്പം അങ്ങനെ കിച്ചു അങ്ങനെ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാട്ടുകാർ പറഞ്ഞ് കമന്റ് വഴിയിൽ പറഞ്ഞ് അങ്ങനെ കിച്ചു അങ്ങനെ ഒടുവിൽ പോകാൻ തീരുമാനിച്ചു. വിഷമുള്ള ആളുകൾ വിഷമം മാറട്ടെ. എന്റെ കിച്ചു നേരിട്ട് കാര്യം ചോട്ടെ, എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പോവാം,
ഓക്കെ, അല്ലാണ്ട് ഹാറ്റേഴ്സിലും പറഞ്ഞ് ഉള്ള കമന്റ് വഴിയിൽ പറഞ്ഞിട്ട് കേട്ടിട്ട് പോകേണ്ട ആവശ്യമില്ല. എനിക്ക് മനസ്സിലൊരു ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് കാണാൻ പോവാം. ഓക്കെ, അല്ലാണ്ട് ബാക്കിയുള്ളാക്ക് പോയിട്ട് കാണാൻ പോയിട്ട് അതിനൊരു അർത്ഥമില്ല. അയച്ചു മനസ്സിലായോ? ഒരർത്ഥം ഇല്ല. എൻ്റെ സ്വന്തം അമ്മയിലെങ്കിലും എന്നെ എടുത്ത് നോക്കിയൊരു അമ്മയെന്നത്, അമ്മേൻ്റെ വില എനിക്ക് എന്താണെന്ന് എനിക്ക് അറിയില്ലെങ്കിൽ ഉണ്ടല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല. കിച്ചോട് ഇന്നെ കുറേ ചീത്ത പറഞ്ഞിട്ടുണ്ട്. ഹാറ്റേഴ്സിന് മുമ്പിൽ പറയാൻ ഇട്ടുകൊടുത്ത കുറേ ആൾക്കാരുണ്ടോ, കുറേ ഉറങ്ങിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയുന്ന അമ്മയുടെ വില എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ 2ാമത്തെ വയസ്സിൽ എൻ്റെ സ്വന്തം അമ്മ എന്നെ ഇട്ടിട്ട് പോയതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലൈഫ് സ്റ്റോറിയിൽ കുറേ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള അമ്മ സാമി ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ നിങ്ങൾ പറയുന്ന എടുത്തു വളർത്തിയ മോൻ കണ്ട സാധനങ്ങളാണിത്, മനസ്സിലായത്? അപ്പോൾ ഞാനിത് കണ്ടിട്ട് മെസ്സേജ് ഇട്ടു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഋതപ്പൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഋതപ്പൻ്റെ കൂടെ പഠിക്കുന്നവരാണെങ്കിലും ഇപ്പം മിക്ക പിള്ളേരാണെങ്കിലും പോലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പം അതുവരെ കാണുന്നതായിരിക്കും. അപ്പോൾ അവനെങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള കാര്യം ഞാൻ അമ്മയെടുത്ത് പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് തന്ന റിപ്ലൈ, ഞാൻ ചെയ്തതിൽ എനിക്ക് മോശമായിട്ടൊന്നും തോന്നിയില്ല, എനിക്ക് അതിൽ നിന്ന് 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്, ഞാനൊന്നും തിരിച്ച് റിപ്ലൈ എടുക്കാൻ പോയില്ല, ഞാൻ അവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്തു ആ ചാപ്റ്റർ. മനസ്സിലായി? അപ്പം ബ്രോ പറഞ്ഞ പോലെ എനിക്കൊരു അമ്മയുടെ വില എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷേ സ്നേഹത്തിൻ്റെ വില എനിക്കറിയാം. ഇത് പറയണമെന്ന് തോന്നി, വീഡിയോ കണ്ടപ്പോൾ എനിക്കതൊന്നും തോന്നിയേട്ടാ. പിന്നെ ഞാൻ കോട്ടയത്ത് പോയി ഞാൻ ഋതപ്പനെ കണ്ടു. ഋതപ്പനെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഹാപ്പി ആയിട്ട് ഞാൻ തിരിച്ചു വന്ന്. അമ്മേനെ കാണാൻ പറ്റിയില്ല, അമ്മേനെ കാണാൻ ഇപ്പോൾ പറ്റില്ല, ആശുപത്രി എന്നുള്ള രീതി പറഞ്ഞു. ആശുപത്രി പോയാലും കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്തായാലും അമ്മയുടെ ഇത് അസുഖം എന്തായാലും മാറട്ടെ, പ്രാർത്ഥിക്കാം. അതേ എന്നെ കൊണ്ടും പറ്റത്തുള്ളൂ, നിങ്ങളെ കൊണ്ടും പറ്റത്തുള്ളൂ, അത് ഞാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും മാറട്ടെ. കൂട്ടുകാരെ, അവൻ്റെ ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു നോർമൽ കുട്ടിക്കാലമായിരുന്നില്ല. 2ാം വയസ്സിൽ സ്വന്തം അമ്മ ഉപേക്ഷിച്ചു പോയ ഒരു കുട്ടി പിന്നീട് അച്ഛന്റെ കൂടെ ഈ പറയുന്ന രേണുവിന്റെ അടുത്തേക്കും എത്തുന്നു. അവിടെ അവന് കിട്ടിയത് ഒരു അമ്മയുടെ സ്നേഹമായിരുന്നില്ല, മറിച്ച് ഒരു മുറിക്കുള്ളിൽ അടച്ചിട്ട അവസ്ഥയും കടുത്ത മാനസിക പീഡനങ്ങളുമായിരുന്നു. നല്ലതും ചീത്തയും പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലാതെ ഒടുവിൽ ലഹരിയുടെ വഴിയിലേക്ക് വരെ അവൻ വീണുപോയി. ഇതൊക്കെ ഓൾറെഡി കിച്ചു തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അമ്മ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് വെറും പെറ്റത് കൊണ്ടോ പേരിന് വേണ്ടി കൂടെ താമസിപ്പിച്ചുകൊണ്ട് ഒന്ന് മാത്രമാകില്ലല്ലോ. ആ ഒരു സ്നേഹം കൊടുത്ത് തന്നെ വളർത്തണം. സ്വന്തം അധ്വാനം കൊണ്ട് ഒരുവിധം ജീവിതം പച്ച പിടിപ്പിച്ച് വരുമ്പോഴാണ് വീണ്ടും അവനെ ഇങ്ങനെ വലിച്ചു കയറുന്നത്. ഇതിൽ ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയുമോ? കിച്ചു വെറുതെ ഒരു ആരോപണം ഉന്നയിച്ചതുമല്ല. സഹികെട്ടപ്പോൾ അവൻ ചില തെളിവുകൾ വരെ പുറത്തുവിട്ടു. സോഷ്യൽ മീഡിയയിലെ പെയ്ഡ് സബ്സ്ക്രിപ്ഷനിലൂടെ രേണുസുധയുടെ അശ്ലീല ചുവയുള്ള വീഡിയോകളും ചാറ്റുകളുടെ വിവരങ്ങളാണ് കിച്ചു പുറത്തുവിട്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മകന് സമൂഹത്തിന് മുന്നിൽ തലയുയർത്തി പിടിച്ച് ഇത് എന്റെ അമ്മയാണ് എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളാണോ ഇതൊക്കെ? ലക്ഷങ്ങളും കോടികളും യൂട്യൂബിൽ നിന്ന് സബ്സ്ക്രിപ്ഷനിൽ നിന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ അവർ ചിന്തിച്ചിരുന്നില്ല നാളെ വളർന്നു വരുന്ന ഈ ഒരു മക്കൾ തങ്ങളോട് ഇതിന് മറുപടി ചോദിക്കും എന്നുള്ള കാര്യം. എന്തായാലും ഇന്ന് കിച്ചു ചോദിച്ചു. നാളെ അവരുടെ ചെറിയ മകൻ ഋതപ്പനും സ്കൂളിൽ പോകുമ്പോഴും ആളുകൾ ഇതൊക്കെ പറയുമ്പോഴും അവൻ എന്ത് മറുപടി പറയായിരിക്കും? പണമുണ്ടാക്കാൻ വേണ്ടി സ്വന്തം മാനവിറ്റ് കണ്ടന്റുകൾ ഉണ്ടാക്കുന്ന എല്ലാവർക്കുമുള്ള ഒരു തിരിച്ചടിയാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. കൂട്ടുകാരെ, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഒരു നേരം പട്ടിണി കിടന്നാലും പിച്ചെടുത്ത് ജീവിച്ചാലും അതിനൊരു അന്തസ്സുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ വന്ന് ഇങ്ങനെയുള്ള വൃത്തികേടുകൾ കാണിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ നാളെ നമ്മുടെ സ്വന്തം ചോര തന്നെ നമുക്കെതിരെ വിരൽ ചൂണ്ടും. ശരിക്കും അവിടെ തീർന്നു പോകും ഒരു മനുഷ്യന്റെ അന്തസ്സ്. അന്ന് എത്ര കോടികൾ ബാങ്കിൽ ഉണ്ടായിരുന്നിട്ടും എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. എന്തായാലും കിച്ചുവിനെ ഇനിയും കുറ്റപ്പെടുത്താൻ നിൽക്കരുത്. 21 വയസ്സുള്ള ആ പയ്യനെ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത്. രേണുവിന്റെ അസുഖം എത്രയും പെട്ടെന്ന് പൂർണ്ണമായിട്ട് മാറട്ടെ എന്ന്, അതുപോലെ അവർ പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ അവർ ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കാൻ അവർക്ക് കഴിയട്ടെ എന്നും ആശംസിക്കുന്നു. എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ നിലപാട് എന്താണ്? കമന്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു പ്രധാന വിഷയമായിട്ട് നമുക്ക് വീണ്ടും സംസാരിക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി.